ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്നിവിടെ നമ്മൾ റമദാൻ സ്പെഷ്യൽ ഒരു പോളയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പോള റെഡിയാക്കി എടുക്കാം. ആർക്കും നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യാം. നമ്മളിത് തലേന്ന് അരി കുതിർക്കുകയോ അതുപോലെ തന്നെ അരച്ച് വയ്ക്കുകയോ ഒന്നും വേണ്ട. ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പോള തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പച്ചരിയിലേക്ക് ഞാനിപ്പോൾ 1 ഗ്ലാസ് ഇതുപോലെ ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് തന്നെ നല്ല ചൂടുള്ള, അതായത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് 2 മണിക്കൂർ ഈ അരി ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി വെക്കാം. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉഴുന്നാണ്. നമ്മൾ ഈ 2 സ്പൂണോളം ഉഴുന്നെടുത്തിട്ടുണ്ട്. അതായത് ഈ സ്പൂണിൽ 2 സ്പൂണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണ് ഉലുവ കൂടി ചേർക്കണം. അതുകൂടി ചേർത്ത് നമുക്ക് സാദാ വെള്ളത്തിൽ തന്നെ, ഇത് ചൂടുവെള്ളം വേണ്ട, സാദാ വെള്ളത്തിൽ ഇതേപോലെ 2 മണിക്കൂർ തന്നെ ഇത് നമുക്കൊന്ന് കുതിരാൻ വെക്കാം. നമുക്ക് രണ്ടും കുതിർന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരിയും ഉഴുന്നൊക്കെ കുതിർന്ന് 2 മണിക്കൂർ കറക്റ്റായി. അപ്പം നമുക്ക് ഇനി ഇത് അരച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം. ഇതിലേക്ക് ഉഴുന്നും ഉലുവയും കൂടാതെ നമുക്ക് തേങ്ങ വെള്ളം വേണം, അതുപോലെ ചോറ് വേണം, ഈസ്റ്റും വേണം. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഈ സ്പൂണിൽ തന്നെ 3 സ്പൂണ് ചോറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതേ സ്പൂണിൽ തന്നെ ഒരു 3/4 സ്പൂണ് ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്നും ഉലുവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3/4 സ്പൂൺ അതേപോലെ തന്നെ പഞ്ചസാര, പിന്നെ ഇതിലേക്ക് 3/4 ഗ്ലാസ്സോളം തേങ്ങൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. പിന്നെ ഇതിൽ അരക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിന്, അത് പറയാൻ വിട്ടുപോയി. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ അനക്കാതെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ കറക്റ്റ് 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീൽ തട്ടെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ മുകളിലുള്ള പത ഇത് നമ്മൾ സാധാരണ വെള്ളയപ്പത്തിനൊക്കെ കലക്കും പോലെ ഇങ്ങനെ ഇട്ട് കലക്കാൻ പാടില്ല. അതിൻ്റെ മുകളിൽ നിന്ന് ആ പത മാത്രം മെല്ലെ നമ്മൾ കോരിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്തത് 2 കയ്യിലാണ്, പക്ഷെ അത് കുറച്ച് ചെറുതായിപ്പോയി. ഈ ഒരു പാത്രത്തിന് നമുക്ക് 3 കയ്യിൽ പിന്നെ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അപ്പച്ചമ്പിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടു. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ പോള റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ കണ്ടോ, നല്ല ഇതായിട്ട് തന്നെ നമ്മുടെ പോള റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അതിലൊരു 5 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല കറക്റ്റായിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മറ്റുള്ള പോളകളൊക്കെ ചുട്ടെടുത്തു. അപ്പോൾ നല്ല അടിപൊളി സൂപ്പറായിട്ട് തന്നെ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ പോളക്ക് കൂട്ടുന്ന ഒരു കറിയാണിത്. തേങ്ങാപ്പാലും പഞ്ചസാരയും അതുപോലെ അതിൽ ചെറുപഴം ഉടച്ചതും. ഇത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഉടച്ചു കൊടുത്തതാണ് ചെറുപഴം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും.
എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിലെടുത്ത അളവുകളെല്ലാം വളരെ കറക്റ്റാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും, എനിക്കിതുപോലെ ഒരു 6 പോള ആ ഒരു കപ്പ് അരിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് അളവായിട്ട് തന്നെ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ച മാവ് 2 മണിക്കൂർ അനക്കാതെ വെക്കണം. അതും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്. നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് മാത്രം നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. എങ്കിലും നമുക്ക് ഇതുപോലുള്ള നല്ല പെർഫെക്റ്റ് പോള തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.